സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ചാറ്റൽ മഴ പോലെയാണ് പരാതികൾ നമ്മിലേക്ക് വരിക എന്നത്. പരാതി പറയുന്നത് ആസിഡ് മഴ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക്. കാരണം എന്താ? ഇത് കേട്ട് കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് വരിക. ഒരു 5 മിനിറ്റ് എപ്പോഴും എല്ലാത്തിനെക്കുറിച്ചും പരാതി പറയുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ, കുടുംബത്തിലുള്ളവരെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കും. സമൂഹം, രാഷ്ട്രീയ നേതാക്കൾ, പിന്നെ നമ്മുടെയൊക്കെ പള്ളി അല്ലെങ്കിൽ കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ അയൽവക്കംകാർ വളരെ നെഗറ്റീവായിട്ട് മാത്രം സംസാരിക്കുന്നു. നന്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇയാളോട് ചോദിച്ചാൽ ഇയാൾ പറയും എനിക്കും കുറവുണ്ട്. അപ്പം ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നുള്ള തത്വത്തിലേക്കാണ് എത്തുക. ഇങ്ങനെ വന്നു കഴിയുമ്പം എപ്പോഴും പരാതി നിറഞ്ഞ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ കൂടെ നമ്മൾ അകപ്പെട്ടു പോയാൽ, പ്രിയപ്പെട്ടവർ, നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. സബ്ജക്റ്റ് മാറ്റിവിടാം. പലപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം, പെട്ടെന്ന് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിയുമ്പം ഓരോരു ടോപ്പിക്കിലേക്ക് വരാം. അപ്പം അങ്ങനെ ആ ഒരു അന്തരീക്ഷം ഒരു സന്തോഷഭരിതമാക്കിയില്ല എങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള അനുഭവത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, വാക്കുകളുടെ നിയന്ത്രണം, പരാതി പറയാതെ, പരാതി കേൾക്കാതെ ജീവിക്കുവാനായിട്ടെന്ന് ശ്രമിക്കാം.